Hi guys, ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് എൻ്റെ ഒരു വീഡിയോയുടെ അണ്ടറിൽ വന്നൊരു കോമെൻറ്റിന് റെസ്പോണ്ട് ചെയ്യാനായിട്ടാണ്. ഇതിൽ അൻഫസ് S9T എന്ന് പറഞ്ഞ ഒരാൾ കമൻറ്റ് ചെയ്തേക്കണതാണ്, നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടി സേഫ് ആയല്ലോ, എന്നിട്ട് ആ പാവം പിള്ളേരെ കുറ്റം പറയുന്നത് എന്തിനാണ്? 4 പിള്ളേർ കൂടി കൊടി പിടിച്ചെന്ന് ഒന്നുമല്ല മില്ലർ പോളിസി മാറ്റിയത്, അതൊക്കെ വെറും അസംബന്ധമാണ്. Housing crisis, economic slowdown, lack of infrastructure for that many people. അതിനൊക്കെ ഒരു ടെമ്പററി സൊല്യൂഷൻ എന്നുള്ള രീതിക്കാണ് ഈ പോളിസി ചേഞ്ചസ് ഒക്കെ. വെറുതെ വ്യൂസ് കിട്ടാനായിട്ട് നാട്ടുകാരെ മൊത്തം കുറ്റം പറഞ്ഞിരിക്കല്ലേ, കഷ്ടം. ഓക്കെ, ഇതിൽ എനിക്ക് പറയാനുള്ളത്, എനിക്ക് സിറ്റിസൺഷിപ്പ് കിട്ടിയെന്നും പറഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ളവർക്ക് ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നതല്ല. ഓക്കെ, ഇവിടെ വന്ന് മര്യാദയ്ക്ക് ടാക്സ് പേ ചെയ്ത് മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസിന് വർക്ക് പെർമിറ്റും കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അവരെ PR-ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. താങ്കളത് കേട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഞാൻ കൊടി പിടിച്ചതിൻ്റെ കാര്യം പറഞ്ഞതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്റ്റുഡൻസിന് മര്യാദയ്ക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പോലും അറിയത്തില്ല. ഓക്കെ, ഒരു റിപ്പോർട്ടർ വന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മര്യാദയ്ക്ക് ഒരു റെസ്പോൺസ് ചെയ്യാൻ പോലും അറിയത്തില്ല. ഈ യൂണിവേഴ്സിറ്റീസിലൊക്കെ ഉള്ള ഏറ്റവും വലിയ ഈ കോളേജസ്, യൂണിവേഴ്സിറ്റീസ് എന്ന് പറയാനുള്ള, യൂണിവേഴ്സിറ്റീസിൽ അങ്ങനെയുള്ള സ്റ്റാൻഡേർഡിലുള്ള പിള്ളേരെ എടുക്കത്തേയില്ല. പക്ഷെ ഇങ്ങനത്തെയുള്ള പ്രൈവറ്റ് കോളേജസിൽ കുട്ടികൾ പാസ്സാവാണ്ടിരിക്കാനുള്ള റീസൺ അവർ മര്യാദയ്ക്ക് പഠിക്കുന്നില്ല, പിന്നെ അവർക്ക് മര്യാദയ്ക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയില്ല. മോസ്റ്റ് ഓഫ് ദിയർ അസൈൻമെന്റ്സ് ChatGPT ഒക്കെയാണ് ചെയ്യുന്നത്. ഈ റീസൺ കൊണ്ടാണ് തോക്കുന്നത്. പക്ഷേ ഇവിടെ പഠിക്കാൻ വന്നിട്ട് പഠിച്ചിട്ടില്ല എന്നിട്ട് കൊടി പിടിക്കുന്നത്, ഇറ്റ്സ് എ പ്രോബ്ലം. ഇതിൽ പ്രോബ്ലം ആവുന്നത് മില്ലർ വന്നിട്ട് ഇത് മൊത്തം ചേഞ്ച് ചെയ്തത് ഈ പിള്ളേർ കൊടി പിടിച്ചു എന്നത് കൊണ്ട് മാത്രമല്ല. ഞാൻ പറയുന്നത്, ഗവൺമെന്റ് ഓഫ് കാനഡയ്ക്ക് ഇത്രയ്ക്ക് പ്രഷർ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് ഇവിടെ ഹൗസിംഗ് ക്രൈസിസ് ഉണ്ട്, എക്കണോമിക് ഇഷ്യൂസ് ഉണ്ട്, സ്ലോ ഡൗൺസ് ഉണ്ട്, എംപ്ലോയ്മെന്റ് ഇഷ്യൂസ് ഉണ്ട്. അതിന്റെ പൊക്കത്ത് പുറത്ത് ആൾക്കാർ കാണിക്കുന്നത് കനേഡിയൻസ് നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് ഇവിടെ ഇമിഗ്രേഷൻ മിനിസ്റ്ററിന്റെ പൊക്കത്ത് ഭയങ്കരമായിട്ട് പ്രഷർ വന്നത്. അല്ലെങ്കിൽ ഈ തൊട്ടടുത്ത് എലക്ഷൻ വരണേണ്ട സമയത്ത് ഇവർ ഇത്രയും പോളിസി ചേഞ്ചസ് ചെയ്യത്തില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾ മര്യാദയ്ക്ക് നടക്കുമായിരുന്നെങ്കിൽ ഇത്രയും പ്രോബ്ലംസ് ഉണ്ടാവില്ലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ വേറെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ ഓണം സെലിബ്രേഷൻ നടത്തിയതൊക്കെയാണ് റീസൺ. പക്ഷെ അത് ഞാൻ ഒരിക്കലും ബിലീവ് ചെയ്യുന്നില്ല ഗൈസ്. കാരണം ഇവിടെ പല കമ്മ്യൂണിറ്റീസ് ഉണ്ട്. യുക്രൈനിയൻ കമ്മ്യൂണിറ്റി ഉണ്ട്, ക്രൊയേഷ്യ എന്ന് വരുന്ന കമ്മ്യൂണിറ്റി ഉണ്ട്, കരീബിയൻസ് എന്ന് വരുന്ന കമ്മ്യൂണിറ്റി ഉണ്ട്. അവരൊക്കെ അവരുടെ കൾച്ചറൽ ഡേ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. കാനഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഡൈവേഴ്സിറ്റി ഉള്ള കൺട്രിയാണ്. ഇവിടെ നമ്മൾ നമ്മുടെ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒരു ഇഷ്യൂ അല്ല. നമ്മൾ പ്രോപ്പറായിട്ട് പ്ലേസസ് റെന്റ് ഔട്ട് ചെയ്ത് അവിടെ എക്കണോമി ഗ്രോവും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് പ്രോബ്ലമായിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെയുള്ള ക്രൈം റേറ്റ്സിൽ കൂടുതലും ഇന്ത്യൻസ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവുന്നുണ്ട്. കാർ തെഫ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് ഒരാൾ ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരെയും ബാധിക്കും. അതാണ് പ്രോബ്ലം, മനസ്സിലായോ? ഓൾറെഡി ഇവിടെ നല്ല രീതിയിൽ ഇപ്പോൾ റേസിസം ഉണ്ട്. കനേഡിയൻസ് ഇൻഹറന്റ്ലി ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അവരുടെ തലയിൽ കയറി ഇപ്പോൾ ആട്ടം തുടങ്ങിയേക്കുന്നത് കാരണം അവർക്കും സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. മര്യാദയ്ക്ക് നടക്കുവാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പഠിച്ചില്ല, എനിക്ക് മാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കൊടി പിടിക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ പഠിക്കണം, പഠിച്ചിട്ട് പാസ്സാവണം. അല്ലാണ്ട് പഠിക്കാണ്ട് ഇവിടെ നിന്നിട്ട് കൊടി പിടിച്ചിട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ഫെയർ തിങ്. അത് നിങ്ങൾ പറയുവാണത് ഫെയർ ആണെന്ന് പറയുവാണെങ്കിൽ ഞാൻ ഡിസഗ്രി ചെയ്യും. ബിക്കോസ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇറ്റ്സ് നോട്ട് എ റൈറ്റ് തിങ്. അത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ വന്ന് വർക്കും എഡ്യൂക്കേഷനും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒത്തിരി സ്റ്റുഡൻസിനെ എനിക്കറിയാം. അവർക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ ബാക്കിയുള്ളവരും അത് ചെയ്യണം, ചെയ്തിട്ട് പാസ്സാവുകയും ചെയ്യണം. അല്ലാണ്ട് കൊടി പിടിക്കുകയോ അല്ല വേണ്ടത് എന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേറെ ഇപ്പോഴത്തെ ഇഷ്യൂസ് നടക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഖലിസ്ഥാൻ ഇന്ത്യ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ കുറേ വീഡിയോസ് കാണുന്നുണ്ട്, അവർ ഇന്ത്യൻ ഫ്ലാഗ്സ് പിടിച്ച് കീറുന്നു, ഇന്ത്യൻസിൻ്റെ അഗെയിൻസ്റ്റ് ഓരോ കാര്യങ്ങൾ പറയുന്നു. അങ്ങനത്തെയൊക്കെയുള്ള ഇഷ്യൂസ് ഇവിടെയുണ്ട്. ടു മീ അത് ശരിയായ ഒരു നടപടിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ ഇഷ്യൂസ് നമ്മുടെ രാജ്യത്തിലാണ് തീർക്കേണ്ടത്. പിന്നെ കൊടിയൊക്കെ മുറിക്കുമ്പോഴും നിലത്തിട്ട് ചവിട്ടുമ്പോഴും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ഫീലിംഗ് ആസ് എ എക്സ് ഇന്ത്യൻ സിറ്റിസൺ ഹേർട്ട് ആവുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു ഫ്ലാഗിന് ഞാൻ കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, അത് I just feel that it's sad. It's just sad. It hurts my feeling. Okay, ഒരു ഗവൺമെന്റിന്റെ അഗെയിൻസ്റ്റ് പറയാം, പക്ഷെ ഒരു കൺട്രിയുടെ അഗെയിൻസ്റ്റ്, ഒരു കൺട്രിയുടെ ഫ്ലാഗിനെ ഡിസ്റെസ്പെക്ട് ചെയ്യണതൊക്കെ അക്കോർഡിംഗ് ടു മീ അതൊരു പ്രശ്നമാണ്. ഇപ്പോൾ US മോദി വന്ന സമയത്ത് ഖലിസ്ഥാൻ പ്രൊട്ടസ്റ്റ് നടന്നത്, US പോലീസ് അവർ അത് മൊത്തം
എല്ലാവരെയും ഡിസ്പേഴ്സ് ചെയ്ത എല്ലാ കാര്യങ്ങളും അവർ ചെയ്ത വാൻഡലിസം എല്ലാം എടുത്ത് മാറ്റുകയാണ് ചെയ്തത്. പക്ഷെ കാനഡയിൽ പോലീസുകാർ ഇത് നോക്കി നിൽക്കത്തേ ഉള്ളൂ, അല്ലാണ്ട് ഒന്നും ചെയ്യുന്നില്ല ഇതിൻ്റെ അഗെയിൻസ്റ്റ്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞൊരു ന്യൂസിൽ കണ്ടത്, ഒരാൾ ഇന്ത്യൻ ഫ്ലാഗ് തിരിച്ചു വാങ്ങിച്ചു, ഇന്ത്യൻ ഫ്ലാഗിനെ ഡിസ്റെസ്പെക്ട് ചെയ്യാൻ കണ്ടിട്ട് അയാളത് തിരിച്ചു വാങ്ങിച്ചിട്ട് അയാളുടെ മേത്താണ് ചാർജ് വന്നത്, അയാൾ അവരുടെ പ്രോപ്പർട്ടി എടുത്തു എന്നും പറഞ്ഞു. സോ അതൊക്കെ ഐ ഡോണ്ട് ഫീൽ നെസസറി. കാരണം നമ്മൾ നമ്മുടെ ഇന്റേണൽ അഫയേഴ്സ് കൊണ്ടുവന്ന് ഇവിടെ ചെയ്യുമ്പോഴത്തേക്കും പ്രോബ്ലം അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇവിടെയുള്ള ഇന്ത്യൻ കനേഡിയൻസിനെയാണ് ബാധിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ സ്റ്റുഡൻസിന് വീസ കൊടുക്കത്തില്ല എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. സ്റ്റുഡൻസ് വീസ ഉണ്ട്, സെലക്റ്റഡ് സ്ട്രീംസിൽ മാത്രമേ നിങ്ങൾക്ക് PGWP കിട്ടുള്ളൂ എന്നൊക്കെ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ സത്യാവസ്ഥ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളുടെ അടുത്ത്, സ്റ്റുഡൻറ് വിസയിൽ വരുന്ന ആൾക്കാരൊക്കെ IELTS എഴുതിയിട്ടാണ് വരുന്നത്. പക്ഷേ ടിം ഹോട്ടൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ഹായ് ഹലോ പറയാനോ ഒരു ബൈ പറയാനോ അല്ലെങ്കിൽ ഹാവ് എ നൈസ് ഡേ എന്ന് പറയാൻ പോലും അവർക്ക് അറിയത്തില്ല ഇപ്പോഴും. സോ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ സർവൈവ് ചെയ്യാൻ പോകുന്നത്? സോ ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതുകൊണ്ടാണ് അവർ CLB സ്കോർ ഇപ്പോൾ സ്റ്റുഡൻസിന് പിന്നെയും IELTS എഴുതണം എന്നൊക്കെ ഉള്ള റൂൾസ് ഒക്കെ വന്നത്. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എനിക്ക് എത്രേ പറയാനുള്ളൂ. കനേഡിയൻസിന്റെ ഭാഗത്തു നിന്നും ആരെങ്കിലും എന്തെങ്കിലും പറയണമല്ലോ. എൻ്റെ ഹസ്ബൻഡ് കനേഡിയനാണ്, എൻ്റെ ഫാമിലി ഇവിടെ കനേഡിയനാണ്. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയണത് റേസിസ്റ്റ് ആണ്, അവർക്ക് ബാക്കിയുള്ളവരോട് വർഗീയതയാണെന്നൊക്കെയാണ് അവരുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ അവർക്കൊന്നും പറയാൻ പറ്റില്ല, വായടച്ച് വെച്ചേക്കുന്ന പോലത്തെ അവസ്ഥയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആരാ സംസാരിക്കുക? ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഓരോരുത്തർ കമന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ റേസിസ്റ്റ് ഒന്നുമല്ല, എൻ്റെ സ്വന്തം ആൾക്കാരോട് എന്ത് റേസിസം വെക്കാൻ. ഇപ്പൊ പിന്നെ വേറൊരു ന്യൂസിൽ കണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റുഡന്റ് വിസയിൽ വന്ന സ്റ്റുഡൻസ് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴത്തേക്കും അസൈലം സീക്കേഴ്സ് ആയിട്ട് മാറുവാണ്. അസൈലം സീക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള ആൾക്കാരാണ് അസൈലം സീക്കേഴ്സ് ആയിട്ട് കാനഡയിൽ വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവരത് ചെയ്യുന്നത് ഭയങ്കര വലിയൊരു തെറ്റാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ റെഫ്യൂജി സ്റ്റേറ്റസിലൊക്കെ വരുന്ന ആൾക്കാർക്ക് അവർ രാജ്യത്തെ തിരിച്ചു പോലും പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവിടെ റെഫ്യൂജി ആയിട്ട് വരുന്നത്. അവർക്ക് ഒത്തിരി ഗവൺമെന്റ് സപ്പോർട്ട് കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു എക്സ്പ്ലോയിറ്റേഷൻ ആണ്. ഒന്നാമത് ഗവൺമെന്റ് ശരിക്കും കൊടുക്കേണ്ട ആൾക്കാർക്ക് കൊടുക്കേണ്ട സപ്പോർട്ട് നമ്മുടെ ആൾക്കാർ വാങ്ങിച്ചെടുക്കുന്ന പോലെയാണത്. ഇവിടെ എൻ്റെ ഒരു കസിൻ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ കസിൻ്റെ കാര്യമാണ് പറയുന്നത്. എൻ്റെ കസിൻ ഇവിടെ സ്റ്റുഡൻ്റ് ആയിട്ടാണ് വന്നത്. നെയ്റ്റ് എന്ന് പറഞ്ഞൊരു ആൽബർട്ടയിലുള്ള കോളേജിൽ പ്ലംബിങ്ങിൻ്റെ കോഴ്സാണ് ചെയ്തത്. അവനും വീടിൻ്റെ ആധാരമൊക്കെ പണയം വെച്ച് ലോൺ എടുത്തിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. പക്ഷേ അവൻ ഇവിടെ വരുന്നതിന് മുന്നേ ഞങ്ങൾ എല്ലാവരും അവൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു സ്കിൽ ട്രേഡുള്ള ഒരു ജോബോ അല്ലെങ്കിൽ ഒരു കോഴ്സ് കണ്ടുപിടിച്ച് അത് ചെയ്യണം എന്നുള്ളത്. അവനിപ്പോൾ പ്ലംബിംഗ് അപ്രന്റൈസ്ഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനത് PR ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ മര്യാദയ്ക്ക് ആലോചിച്ചും ചിന്തിച്ചും ഡിസിഷൻസ് എടുക്കുമായിരുന്നെങ്കിൽ മിക്ക സ്റ്റുഡൻസിനും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവത്തില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ തൽക്കാലമായിട്ട് നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ട്രൈ ടു അക്വയർ എ സ്കിൽ, ഒരു സർട്ടിഫിക്കേഷനോ ഒരു സ്കിൽ, ഇവർക്ക് ആവശ്യമുള്ള എന്ത് ഫീൽഡാണോ അതിലൊരു നല്ലൊരു സർട്ടിഫിക്കേഷനോ അതിനകത്തൊരു സ്കില്ലോ നിങ്ങളത് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്കും ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്താൽ മാത്രം മതി. എനിക്ക് ഇവിടെയുള്ള ആൾക്കാരെ ആരും ഡിപ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമില്ല. ഓക്കെ, അത് ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞോട്ടെ. ആരെയും ദ്രോഹിക്കണം എന്നുള്ളൊരു രീതിയിലല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പറയണത്, കാണുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നത് കൊണ്ട് നമ്മൾ റേസിസ്റ്റ് ആവുന്നില്ല, നമ്മളൊരു ബാഡ് പേഴ്സൺ ആവുന്നില്ല. ഓക്കെ, നമ്മൾ പറയാനുള്ളത് പറഞ്ഞെന്ന് വെച്ചിട്ട് ഒരാളും പിന്നെ വ്യൂസിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരു കാര്യം കൂടെ എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ. ഞാൻ പല ടൈപ്പ് കോണ്ടൻറ്റ്സ് ചെയ്യുന്നുണ്ട്. ഞാൻ ഡാൻസ് ചെയ്തിട്ടുള്ള കോണ്ടൻറ്റ്സ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഡെയിലി വ്ളോഗ്സ് ഉണ്ട്, എൻ്റെ ട്രാവൽ വീഡിയോസ് ഉണ്ട്. ഇതിനൊന്നും വ്യൂസ് ഇല്ല. അതെന്തുകൊണ്ടാണ്? കാരണം ആൾക്കാർക്ക് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളാണ് കേൾക്കേണ്ടത്. ഏറ്റവും കൂടുതൽ എൻ്റെ കണ്ടേക്കുന്ന വീഡിയോ ഈ ഇമിഗ്രേഷനെ പറ്റി പറഞ്ഞതാണ്. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ എന്നെ വ്യൂസിൻ്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ നിങ്ങൾ വ്യൂ ചെയ്യണ കാര്യങ്ങളും കൂടെ നിങ്ങൾ നോക്കണം. ബിക്കോസ് നിങ്ങൾ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ കിട്ടത്തുള്ളൂ. പിന്നെ ഈ സ്റ്റുഡൻസ് കൊടി പിടിച്ച് നിൽക്കുന്ന സ്ഥലത്ത് കൊടിയിൽ എഴുതിയേക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഓക്കെ, നോ വൺ ഇസ് ഇല്ലീഗൽ ഇൻ സ്റ്റോളൻ ലാൻഡ്. നിങ്ങളെ നേറ്റീവ് അല്ല ഗൈസ്. യു ഡോണ്ട് ഹാവ് ദ റൈറ്റ് ടു ഫക്കിൻ സേ ദാറ്റ്. ഐ എം സോറി, പാർഡൻ മൈ ലാംഗ്വേജ്, ബട്ട് നിങ്ങൾക്ക് അതിനുള്ള റൈറ്റ് ഇല്ല. നിങ്ങളെ നേറ്റീവ്സ് അല്ല, നിങ്ങളെ അല്ല ക്രൂശിച്ചിട്ടുള്ളത്. അവരൊരു മൈനോറിറ്റിയാണ്. അവരുടെ റൈറ്റ്സിനെ പറ്റി സംസാരിക്കാൻ നിങ്ങൾക്ക് ഒരു റൈറ്റും ഇല്ല. സോ പ്ലീസ് ഡോണ്ട് മേക്ക് സച്ച് സ്റ്റ്യൂപ്പിഡ് പ്ലക്ക് കാർഡ്സ്. ഓക്കെ, 100-150 വർഷം മുന്നേ 200 വർഷം മുമ്പ് നടന്നതിന് ഇപ്പം നിങ്ങൾ കനേഡിയൻസിൻ്റെ വന്നിട്ട് നിങ്ങൾ സ്റ്റോളൻ ലാൻഡിലാണ്, നിങ്ങൾ ഇല്ലീഗലായിട്ട് താമസിക്കുന്നത്, നിങ്ങൾ ഇറങ്ങിപ്പോന്ന് പറയാൻ. വാട്ട് സ്റ്റുപ്പിഡിറ്റി!
ഇതിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ക്രൂസിഫൈ ചെയ്യേണ്ടത് ആൾക്കാരൊന്നുമല്ല, സ്റ്റുഡൻസിനെയോ അല്ല, പെർമനന്റ് റെസിഡൻസിനെയോ അല്ല, ടെമ്പററി റെസിഡൻസിനെയോ അല്ല, ഇമിഗ്രൻസിനെയോ അല്ല. ഓക്കെ, ഇതൊക്കെ നടക്കണമെന്ന് അറിയാവുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ആ സമയത്തൊക്കെ കണ്ണടച്ചിരുന്നു. ഇപ്പം കണ്ണു തുറന്നിട്ട് ഉയ്യോ എല്ലാം പ്രശ്നമായി, കനേഡിയൻസ് എല്ലാവരുടെ അഗെയിൻസ്റ്റ് തിരിഞ്ഞു എന്ന് മനസ്സിലായപ്പോഴത്തേക്കും ഇപ്പം എല്ലാം ഇമിഗ്രൻസിന്റെ തലയിലിടുന്ന ഒരു ബാഡ് പൊളിറ്റിക്സ് ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് NDPയിലുള്ള ലീഡർ ആക്ച്വലി ആ കൊയലീഷന് സമ്മതിക്കത്തില്ല, നോൺ കോൺഫിഡൻസിന് അവർ വോട്ട് ചെയ്യും, എന്നിട്ട് നമുക്കൊരു റീഎലക്ഷൻ ഉണ്ടാവും എന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ NDP കാലുവാരി, നല്ല രീതി കാലുവാരി. NDPനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം എനിക്ക് NDP ആയിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ബിക്കോസ് യു നോ വാട്ട്, റീഎലക്ഷൻ ശരിക്കും പറഞ്ഞ് ഈ വർഷം വരണമായിരുന്നു. ബിക്കോസ് അത്ര ബാഡാണ് ഇവിടുത്തെ കണ്ടീഷൻ. അതനുസരിച്ചുള്ള ചേഞ്ചസ് വരണമായിരുന്നു. ഹാർഡ് വർക്കിംഗ് കനേഡിയൻസിന് ജീവിക്കാൻ പറ്റുന്നില്ല ഗൈസ്, സത്യമായിട്ടുള്ള കാര്യമാണ്. അവർക്ക് എങ്ങനെ ദേഷ്യം വരാണ്ടിരിക്കും? 8-9 hours വർക്ക് ചെയ്യുന്നു, ഇഷ്ടംപോലെ ടാക്സ് കൊടുക്കുന്നു, അവർക്ക് ഒരു ബെനിഫിറ്റ്സും ഇല്ല. വരുന്നതൊക്കെ കിട്ടുന്നത് റെഫ്യൂജീസ്, അസൈലം സീക്കേഴ്സിന്, പിന്നെ അങ്ങനെയുള്ള മൈനോറിറ്റീസിനാണ് കൂടുതലും കിട്ടുന്നത്. അവർക്ക് അപ്പോൾ ഒബ്വിയസ്ലി അവർക്ക് ദേഷ്യം വരാണ്ടിരിക്കുമോ? നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ കാര്യം മാത്രം സംസാരിക്കരുത്. നമ്മൾ ഒരു കോയിൻ്റെ 2 സൈഡും സംസാരിക്കണം. ഓക്കെ, എന്നാലാണ് ഇതൊരു ഇക്വാലിറ്റി ഉണ്ടാവുള്ളൂ. ഡൈവേഴ്സിറ്റി കാനഡ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വാലിറ്റീനെ റെസ്പെക്ട് ചെയ്യണം. അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അവരെ റേസിസ്റ്റ് എന്ന് വിളിച്ച് മുദ്രകുത്തുമല്ല വേണ്ടത്. എനിക്ക് അറിയത്തില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ അണ്ടറുള്ള ആൾക്കാർ വന്നിട്ട് എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്. പക്ഷെ നിങ്ങൾ പറയാനുള്ളത് പറഞ്ഞോളൂ, ഞാൻ കേട്ടോളാം. എനിക്ക് ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ് ടു മീ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. കാരണം ചീത്ത പറയാനുള്ളൊരു ചീത്ത പറയും. ഞാനിവിടെ നിന്നിട്ട് നിങ്ങളുടെ മൈൻഡ് മാറ്റാനൊന്നും എനിക്ക് പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആരുടെയും എഗെയിൻസ്റ്റ് അല്ല. ഓക്കെ, എല്ലാം മര്യാദയ്ക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് അക്സെപ്റ്റ് ചെയ്യാം, അല്ലാത്തവർക്ക് കേൾക്കണ്ട. ഡോണ്ട് വാച്ച് മൈ ചാനൽ, ഡോണ്ട് സബ്സ്ക്രൈബ് ടു ഇറ്റ്, ഡോണ്ട് വാച്ച് ഇറ്റ്. പക്ഷേ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് കോണ്ടന്റ് പ്ലീസ് ലൈക്ക്. ഓക്കെ, ബൈ.